ദൈവത്തിൻ്റെ അതിപരിശുദ്ധമാകുന്ന നാമം ഈ സമയവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ച് ചില ചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഈ മീഡിയ ശ്രദ്ധിക്കുന്ന ഏവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ചിന്തകളെ ശ്രദ്ധിക്കുവാൻ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ ചിന്തകളിലേക്ക്. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും 3 ദിവസം കഴിഞ്ഞതിന് ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. കണ്ട ശേഷം അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും, നിങ്ങൾ ശ്രദ്ധിക്കുക, അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യനായിട്ടല്ല സംസാരിച്ചത്. 12ാമത്തെ വയസ്സിലും അതിശയം കൂറുമാറ് അധികാരത്തോടുകൂടി വിജ്ഞാനത്തിന്റെ അതിവിശാലതയിൽ കർത്താവാകുന്ന യേശുക്രിസ്തു 12ാമത്തെ വയസ്സിലും സംസാരിച്ചെങ്കിൽ ജ്ഞാനമുള്ളവരുടെ മധ്യത്തിൽ, പ്രായമുള്ളവരുടെ മധ്യത്തിൽ കർത്താവിന് സംസാരിക്കാൻ കഴിഞ്ഞത്, അധികാര വികേന്ദ്രങ്ങളുടെ കീഴിൽ സംസാരിക്കാൻ കഴിഞ്ഞത് കർത്താവിന് മനുഷ്യന്റെ മേലുണ്ടായിരുന്ന അധികാരത്തിന്റെ തെളിവാണ്. അശേഷം ഭയമില്ലാതെ ഈ ഉപദേഷ്ടാക്കന്മാരുടെ മധ്യത്തിൽ യേശു 12ാമത്തെ വയസ്സിലും സംസാരിച്ചത്. 52ാമത്തെ വാക്യം കൂടി വായിക്കേ. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. അടുത്ത് അനന്തരം അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർനഹൂമിൽ ചെന്നു. ശബ്ബത്തിൽ അവരെ ഉപദേശിച്ചു പോന്നു. അവന്റെ വചനം അധികാരത്തോടെ ആകയാൽ, നിങ്ങൾ ശ്രദ്ധിക്കുക, അവന്റെ വചനം അധികാരത്തോടെ യേശു സംസാരിച്ചു എന്ന് കാണപ്പെടുക. ശ്രദ്ധിക്കുക, മനുഷ്യ ജീവിതത്തിന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് അവരുടെ അധികാരത്തെ ചോദ്യം ചെയ്യുവാൻ അധികാരിയാകുന്ന കർത്താവ് അധികാരത്തോടെ സംസാരിച്ച ചില പദപ്രയോഗങ്ങളാണ് നാം വായിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 18ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. യേശു തനിക്ക് നേരിടുവാനുള്ളത് എല്ലാം അറിഞ്ഞു പുറത്തു ചെന്നു. നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിച്ചു. തന്നെ തിരഞ്ഞു വന്നവരോട് സംസാരിക്കുന്ന പദപ്രയോഗങ്ങൾ ശ്രദ്ധിച്ചേ. നസറായനായ യേശുവിനെ എന്ന് അവർ ഉത്തരം പറഞ്ഞപ്പോൾ, അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. ഞാൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. നിങ്ങൾ ആരെ തിരയുന്നു? അവർ പറഞ്ഞത് നസറേയനാകുന്ന യേശുവിനെ എത്ര എന്ന് പറഞ്ഞതിന് യേശുവിന്റെ മറുപടി ശ്രദ്ധിച്ചു കേൾക്കുക. അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദയും അവരോടുകൂടെ നിന്നിരുന്നു. ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ, ശ്രദ്ധിച്ചു കേൾക്കുക, ഞാൻ തന്നെ എന്ന് യേശു അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു. അധികാരിയായ വ്യക്തിയെ ചോദ്യം ചെയ്യുവാൻ, അധികാരമുള്ളവനെ പിടിപ്പാൻ, അധികാരമുള്ളവനെ അധികാരപരിധിക്കുള്ളിൽ ഒതുക്കുവാൻ അധികാരകൽപ്പനയായി യേശുവിന്റെ മുമ്പിൽ യേശുവിനെ പിടിപ്പാൻ വന്നു. അവർക്കറിയത്തില്ല ഇതാരെന്നും. ശ്രദ്ധിച്ചു കേൾക്കുക, യേശുവിനോടുകൂടി സംസാരിച്ചപ്പോൾ യേശു അവരോട് സംസാരിച്ചു, നിങ്ങൾ ആരെ തിരഞ്ഞു വന്നു? അത് നസറേയനാകുന്ന യേശുവിനെ. ആ നസറേയനാകുന്ന യേശു ഞാനെന്നൊരു മറുപടി പറഞ്ഞപ്പോൾ തന്നെ അധികാരത്തിന്റെ പത്രമായോ ആയുധ സമുച്ചയമായോ വന്ന പടയാളികൾ പിൻവാങ്ങി നിലത്ത് വീണെങ്കിൽ യേശുവിന്റെ വാക്കിന്മേൽ വെളിപ്പെട്ട അധികാരത്തിന്റെ മണ്ഡലങ്ങൾ ഇന്ന് രാത്രി വരെ ദൂത് പറയാ. അല്ലയോ ക്രിസ്തുഭക്തരെ, അല്ലയോ യേശുവിൽ വിശ്വസിക്കാൻ മനസ്സുള്ള വ്യക്തി ജീവിതങ്ങള്, ഞങ്ങൾ പ്രസ്താവിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ യേശുവിന്റെ അധികാരത്തെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചപ്പോൾ യേശുവിൻ്റെതാകുന്ന ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വിഷയം എന്താ? യേശുവിനെ വിധിക്കപ്പെട്ട ക്രൂശുമരണത്തിലേക്ക് അവനെ പിടിപ്പാൻ വന്ന അധികാരമുള്ളവരും ആയുധമുള്ളവരുമൊക്കെ യേശു ആണ് എന്ന് യേശുവിനെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി സന്ദർഭമൊരുക്കിയപ്പോൾ തന്നെ അവന്റെ വാക്കിന്റെ ശബ്ദം കർണപടത്തിൽ ആയുധമുള്ളവരും അധികാരമുള്ളവന്റെ കർണപടത്തിൽ കേട്ടപ്പോൾ അവൻ പിൻവാങ്ങി നിലത്ത് വീണെങ്കിൽ, ഈ രാത്രിയിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ നേരെ അദൃശ്യതലത്തിലെ ആയുധമായി കടന്നു വരുന്ന ഏതെങ്കിലും ശത്രുപക്ഷത്തുള്ള വ്യക്തി ജീവിതങ്ങളുണ്ടെങ്കിൽ, മാനുഷിക പൈശാചിക വ്യാപാരങ്ങളുണ്ടെങ്കിൽ, ഈ രാത്രി നിനക്ക് വേണ്ടി യേശുവിന്റെ മകളാണ് നീ എന്ന് നിന്റെ ശത്രുവിനോട് ഒരു വാക്കുച്ചരിച്ചാൽ മതി. നിന്നോട് ആയുധത്തോടുകൂടി പടപെട്ടാൻ വരുത് പൈശാചിക വ്യാപാരങ്ങളെ
നിലത്താക്കുവാൻ എന്റെ യേശുവിന്റെ വാക്കിൽ അധികാരമുണ്ട്. യേശുവിൽ വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ കേട്ടോ, ഏത് സാഹചര്യത്തിൽ, ഏത് നിലവാരത്തിൽ പൈശാചിക വ്യാപാരങ്ങൾ നിന്നോട് എതിർക്കുവാൻ കടന്നു വന്നാലും യേശുവിന്റെ മണവാട്ടിയാകുന്നു എന്ന് ബോധമുണ്ടെങ്കിൽ, യേശുവിന്റെ മകനും മകളുമാണെന്നുള്ള ബോധമുണ്ടെങ്കിൽ, യേശുവാണ് നിന്റെ നേതൃത്വകൻ, യേശുവാണ് നിന്റെ നാഥൻ, യേശുവാണ് നിന്റെ തലയെന്ന് ബോധമുണ്ടെങ്കിൽ കുഞ്ഞേ, ആ യേശു നിന്റെ ശത്രുവിനോട് എന്റെ മകനും മകളുമാണെന്നൊരു പരിചയപ്പെടുത്തൽ മാത്രം മതി. നിന്നോട് ഏത് നിലവാരത്തിൽ, ഏത് സാഹചര്യത്തിൽ പടവെട്ടുവാൻ, പോരാടുവാൻ വരുത് പൈശാചിക അധികാര വ്യാപാരങ്ങൾ ഉണ്ടായിരുന്നാലും അവരൊക്കെ ആയുധത്തെ നിലത്തു വെപ്പിച്ചിട്ട് ഭയപ്പെട്ട് പുറത്തു പോകേണ്ടതിനായി അധികാരമുള്ളവരെയാണ്. പ്രിയപ്പെട്ട വ്യക്തി ജീവിതങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, വിശ്വസിക്കുന്നത്, ആരാധിക്കുന്നത് ഓർത്തുകൊള്ളുക. മനുഷ്യ ജീവിതത്തിന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് അവരുടെ അധികാരത്തെ ചോദ്യം ചെയ്യുവാൻ അധികാരിയാകുന്ന കർത്താവ് അധികാരത്തോട് സംസാരിച്ച ചില പദപ്രയോഗങ്ങളാണ് നാം വായിച്ചത്. ഇനിയും ശ്രദ്ധിക്കുക. പീലാത്തോസിന്റെ മുമ്പിലേക്ക് കർത്താവാകുന്ന യേശുക്രിസ്തു എത്തിച്ചേരുന്ന ഒരു വിഷയം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം വായിച്ചാട്ടെ, 10 മുതലുള്ള വാക്യങ്ങളിൽ. പീലാത്തോസ് അവനോട് നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട് മുകളിൽ നിന്ന് നിനക്ക് അധികാരം കിട്ടിയിട്ടല്ലാതെ എങ്കിൽ എന്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഉണ്ടാകത്തില്ല. കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ജനനം മുതൽ പഠിച്ചാൽ അധികാരമുള്ളവനായി ജനിച്ച് അധികാരത്തിന്റെ പ്രവൃത്തി അവന്റെ ജീവിതത്തിലെ വാഗ്ദത്തങ്ങൾ കൃത്യമായി നിർവഹിക്കപ്പെടുത്തി അധികാരത്തിന്റെ മണ്ഡലത്തിൽ 12-ാം വയസ്സിൽ ദേവാലയത്തിൽ നിന്ന് ഉപദേശകന്മാരോട് സംസാരിച്ച് പിന്നത്തതിൽ ഗലിയുടെ മണ്ണിലേക്ക് സംസാരിച്ചപ്പോൾ, പലരോടും സംസാരിച്ചപ്പോൾ അധികാരത്തിന്റെ വാക്കുകൾ ഉച്ചരിച്ച് കാലത്തിന്റെ ഒടുവിൽ എന്ന് പറഞ്ഞാൽ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ പ്രത്യേക സാഹചര്യത്തിൽ 30-ാമത്തെ വയസ്സിൽ നോക്കുക, ക്രൂശ് മരണത്തിൻ്റെതാകുന്ന അവസ്ഥ യേശുവിന്റെ മേൽ വന്നു ഭവിച്ചതിന് അടിസ്ഥാനത്തിൽ പീലാത്തോസിന്റെ വിധിക്കളത്തിൽ നിന്നപ്പോൾ കർത്താവിനോട് പീലാത്തോസ് ചോദിക്കുക, അല്ലയോ മനുഷ്യ, നിന്നെ വെറുതെ വിട്ടയിപ്പാൻ എനിക്ക് കഴിയും, നിന്നെ ക്രൂശിപ്പാനും എനിക്ക് കഴിയും എന്നൊക്കെയും, അതായത് തന്റെ അധികാരത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പീലാത്തോസ് യേശുവിനോട് സംസാരിച്ചപ്പോൾ യേശുവിന്റെ അധികാരത്തിന്റെ വാക്ക് മറുപടിയായി അവന്റെ കർണപടത്തിൽ എത്തിച്ചതെന്തെന്ന് നിങ്ങൾ കേട്ടു. പീലാത്തോസോട് യേശു പറഞ്ഞു, അല്ലയോ പീലാത്തോസേ, നിനക്ക് എന്റെ മേലൊരു അധികാരം നടപ്പിൽ വരുത്തണമെങ്കിൽ മുകളിൽ ഒരു അധികാരി എന്നെ അധികാരത്തോട് ഭൂമിയിലാക്കി വെച്ചതുകൊണ്ട് അവന്റേതാകുന്ന ഇഷ്ടമില്ലാതെ ഒരു അധികാരവും നിനക്ക് എന്റെ മേൽ നടപ്പിൽ വരുത്തുവാൻ കഴിയത്തില്ലെന്ന്. കഴിയുമെന്ന് വിശ്വസിക്കുക.